പ്രിയരെ, ഉയിർപ്പ് പെരുന്നാൾ എന്ന മഹാസന്തോഷത്തിൻ്റെ ദിനത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. കേവലം മതപരമായ ഒരു വിശേഷ ദിവസം എന്നതിലുപരി ജീവൻ അർത്ഥപൂർണമാണ് എന്നും ഉന്മൂലനം ചെയ്ത് സ്വസ്ഥമായിരിക്കാമെന്നുള്ള ധാരണകളെ ഉല്ലംഘിക്കുന്ന പ്രത്യാശയുടെ യാഥാർത്ഥ്യമാണ് എന്നും മനുഷ്യവർഗത്തിന് ഉറപ്പു നൽകുന്ന അവസരമാണ്. അറിവ്, സാങ്കേതിക വിദ്യകൾ, സമ്പത്ത്, അധികാരം തുടങ്ങി ലഭ്യമാകുന്ന മേൽക്കൈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പുറംതള്ളലുകളും ഹിംസയും ഉന്മൂലനവും നടപ്പാക്കുന്നത് ചരിത്രത്തിൽ അന്തമില്ലാതെ തുടരുകയാണ്. അവയുടെയൊക്കെ ഉന്മാദ ആരവങ്ങൾക്കും അട്ടഹാസങ്ങൾക്കുമിടയിൽ കുരിശിലെ നിലവിളി പോലുള്ള ശബ്ദങ്ങൾ പരാജയത്തിൻ്റെയും നിരാശയുടെയും സൂചകങ്ങളായി തോന്നിപ്പോകുന്നിടത്താണ് യേശു കർത്താവിൻ്റെ ഉയിർപ്പിലൂടെ ജീവന്റെ അജയവും അനശ്വരവുമായ ദൈവിക മഹിമ മനുഷ്യവർഗത്തിന് വെളിവാക്കുകയും ആ മഹിമയിൽ പങ്കാളികളാകുക എന്ന രക്ഷാ അനുഭവം മനുഷ്യകുലത്തിന് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്. യേശുവിനെ ഉയർപ്പിച്ച അതേ ദൈവശക്തി ഇന്നും നമ്മിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഉയർപ്പിന്റെ ആഘോഷം ആചാരാനുഷ്ഠാന ബദ്ധതകൾക്കപ്പുറമായി ദൈവിക സ്നേഹത്തിന്റെ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങളുടെ ജീവിക്കുന്ന സാക്ഷ്യമാക്കുവാൻ നമുക്കിടയാകണം. 1 പത്രോസ് 1-3 പറയുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നമ്മെയും ജീവനുള്ള പ്രത്യാശയിലേക്ക് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്കേവർക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. ഉയിർപ്പ് പെരുന്നാളിന്റെ സന്തോഷം ഏവർക്കും ആശംസിച്ചുകൊള്ളുന്നു.